ലാൽസലാം മോഹൻലാൽ നായകനായി എത്തുന്ന നേര് സിനിമയുടെ സെൻസറിംഗ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. സിനിമയ്ക്ക് UA സർട്ടിഫിക്കറ്റാണ് ലഭിച്ചിരിക്കുന്നത്. 1 മണിക്കൂർ 51 മിനിറ്റാണ് സിനിമയുടെ ദൈർഘ്യമായി പറയുന്നത്. സെക്കൻഡ്സ് ബാക്കിയുണ്ട്. അതായത് ഏകദേശം 2.5 മണിക്കൂർ 2 മണിക്കൂർ 32 മിനിറ്റോളമാണ് സിനിമയുള്ളത്. എന്നാലും വളരെ ലോ ബഡ്ജറ്റിൽ വരുന്ന സിനിമയാണ് മോഹൻലാലിൻ്റെ നേര് എന്ന സിനിമ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു കോടതി മുറിയിൽ നടക്കുന്ന കോർട്ട് റൂം ഡ്രാമ തന്നെയാണ് വരുന്നത്. ഇതിനോടകം തന്നെ അഭിമുഖങ്ങളിൽ ജിത്തു ജോസഫും മോഹൻലാലും ടീമും പറഞ്ഞിരിക്കുന്നു, ഇതിൻ്റെ കഥ ആദ്യ 10 മിനിറ്റിൽ എല്ലാവർക്കും അറിയാം, സസ്പെൻസ് കാര്യങ്ങളൊന്നും ഇല്ല എന്നവർ പറയുന്നു. എന്നിരുന്നാലും മോഹൻലാലിൻ്റെ വായിൽ നിന്ന് അല്ലെങ്കിൽ വാക്കിൽ നിന്ന് കേൾക്കുന്നു അതിലും ഒരു സസ്പെൻസ് ഉണ്ട് എന്നുള്ളത്. കാരണം സിനിമയാണ് അങ്ങനെ തന്നെയാണ്. എന്ന് വെച്ചാൽ ഇതിൽ അഭിനയ മുഹൂർത്തങ്ങൾ കൊണ്ട് കോർത്തിറങ്ങിയ മാല പോലെ അല്ലെങ്കിൽ മുത്തുമാല പോലെയുള്ള ഒരു സിനിമയായിരിക്കും എന്നുള്ളതാണ്. ഒരുപാട് നാളുകളായി പരാജയങ്ങളാണ് സിനിമകൾ വരുന്നതെങ്കിൽ ഇത് വിജയത്തിൻ്റെ തുടക്കമാണ്. മലൈക്കോട്ടെ വാലിബൻ്റെ ഇന്നലത്തെ പാട്ട് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അത് വേറെ രീതിയിലേക്ക് പോകുന്ന ഒരു സിനിമ തന്നെയായിരിക്കും. ഒരു പക്ഷേ ഒരു ഇൻഡസ്ട്രി ഹിറ്റ് മണക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും ഉണ്ട് എന്ന് തന്നെയാണ് ഉത്തരവും. എന്തായാലും ഈ ഒരു സിനിമ 7 കോടിയാണ് ബഡ്ജറ്റ്. പലർക്കും പല കണക്കുകളാണ്. ചിലർ 10 കോടി പറയുന്നുണ്ട്, 15-35 കോടി വരെ പറയുന്ന മഹാന്മാരൊക്കെ ഉണ്ട്. ഇവിടെ കാതൽ ദ കോർ എന്ന മമ്മൂട്ടി സിനിമയ്ക്ക് 25-35 കോടി വരെ പറഞ്ഞ ആളുകളുണ്ട്. സാമാന്യമായിട്ട് ചിന്തിക്കുന്ന അല്ലെങ്കിൽ ഈ കോടിക്കൊന്നും ഒരു വിലയില്ലേ ബ്രോ എന്ന് ചോദിക്കേണ്ടി വരും ആ ഒരു അവസരം കാണുമ്പോൾ. വെറും 3.5 കോടി വന്ന സിനിമ നമുക്കറിയാം, ഒരു സിനിമ കാണുമ്പോൾ അതിന് എത്രത്തോളം ചെലവ് വരും. ഇതിന് വലിയ ബ്രഹ്മാണ്ഡമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്തല്ല. അതുകൊണ്ട് തന്നെ മോഹൻലാലിൻ്റെ നേര് എന്ന സിനിമയും നമുക്ക് പറയാനുള്ളത് വളരെ ലോ ബഡ്ജറ്റിൽ വരുന്നതാണ്. മോഹൻലാലിൻ്റെ ഇനി വരുന്ന സിനിമകളൊക്കെ ബ്രഹ്മാണ്ഡ സിനിമകളും വമ്പൻ സിനിമകളുമാണ്. 100-150 കോടി മുതൽ മുടക്കിൽ വരുന്ന സിനിമകളാണ്. പക്ഷേ ഈ ഒരു സിനിമ വെറും 7 കോടിയിൽ വരുന്നതാണ്. മോഹൻലാൽ എന്ന നടനായതുകൊണ്ട്, നായകനായതുകൊണ്ട് നമുക്ക് ഉറപ്പിക്കാം, ആദ്യ ദിനം ഈ സിനിമ പോസിറ്റീവോ എബോവ് ആവറേജോ അടിച്ചാൽ വെറും ഒറ്റ ദിവസം കൊണ്ട് കേരള തിയേറ്ററിൽ നിന്ന് സിനിമ 7 കോടിക്ക് മുകളിൽ വേണമെങ്കിൽ നേടുമെന്നുള്ളത്. അത് ഒരു നടനെ പറ്റുള്ളൂ. ആ നടൻ്റെ പേര് മോഹൻലാൽ എന്നുള്ളത് തന്നെയാണ്. ഇനിയും സിനിമ ഹെവി പോസിറ്റീവ് ആണെങ്കിൽ ആദ്യ വാരത്തിൽ തന്നെ സിനിമ പ്രോഫിറ്റബിൾ ആവും, തിയേറ്റർ പ്രോഫിറ്റ് ആകും എന്നുള്ളത് തന്നെയാണ്. ഇനി അങ്ങ് ഹെവി പോസിറ്റീവ് ആണെങ്കിൽ 100 കോടി ക്ലബിലേക്ക് കയറാൻ സിനിമയ്ക്ക് പൂ പറിക്കുന്ന പോലെ ഈസിയാണ് എന്നുള്ളത് നമുക്കറിയാം. ദൃശ്യം വന്നപ്പോൾ നമ്മൾ കണ്ടതാണ്. വലിയ കൊട്ടിഘോഷങ്ങളൊന്നും ഇല്ലാതെ വന്ന ദൃശ്യം പിന്നീട് അമ്മാതിരി റേഞ്ചിലേക്ക് കടന്നു കയറുന്ന ഒരു കാര്യം നമ്മൾ കണ്ടു. മലയാളികളെ ഏറ്റവും ഇഷ്ടപ്പെടുത്തിയ, പലപ്പോഴും 100 കോടി 200 കോടി സിനിമകൾ വരുമ്പോൾ ദൃശ്യം പോലെയുള്ള സിനിമ ഏറെ വ്യത്യസ്തമായിരുന്നു. അത് ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് കയറി 100 കോടി അടിച്ച ദൃശ്യം നമ്മളുടെ ഹൃദയത്തിലേക്കാണ് കയറിയിരിക്കുന്നത്. അതുതന്നെയാണ് ദൃശ്യം 2-ലും നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ന് നേര് വരുമ്പോൾ നമുക്ക് പറയാനുള്ള കാര്യവും വ്യത്യസ്തമല്ല. വ്യത്യസ്തമായ രീതിയിൽ ഒരു സിനിമ തന്നെ വരുന്നു. അത് തീർച്ചയായും മലയാള ഫിലിം ഇൻഡസ്ട്രിയെ വേറെ തലത്തിലേക്ക് കൊണ്ടുപോകുമെന്നുള്ളതാണ്. എന്തായാലും 2.5 മണിക്കൂറിന് മുകളിലുള്ള ഈ ഒരു സിനിമ UA സർട്ടിഫിക്കറ്റിൽ വരുമ്പോൾ പ്രേക്ഷകർ കാത്തിരിക്കുന്നു മോഹൻലാലിൻ്റെ അഭിനയ മുഹൂർത്തങ്ങൾ കാണാനായിട്ട്. എന്തായാലും അതിഗംഭീരമായിട്ടുള്ള ഒരു സിനിമ. ആദ്യ 10 മിനിറ്റിൽ കഥ പുറത്തു വരുമ്പോൾ പിന്നീട് അങ്ങോട്ട് കോടതി മുറിയിൽ മാനസിക സംഘർഷങ്ങളുടെയും മാനസിക പിരിമുറുക്കങ്ങളുടെയും കാര്യങ്ങൾ നമുക്ക് അവിടെ കാണാൻ കഴിയും. അപ്പോൾ ജീവിതത്തിൽ തോറ്റുപോയ അല്ലെങ്കിൽ ജീവിതത്തിൽ പലവട്ടം തോറ്റിട്ടുള്ള അല്ലെങ്കിൽ കോടതി മുറികളിൽ പലവട്ടം തോറ്റിട്ടുള്ള ഈ ഒരു നായകൻ ഈ ഒരു കേസിൽ ജയിക്കുമോ അല്ലെങ്കിൽ പരാജയപ്പെടുമോ? ജയിക്കുകയാണെങ്കിൽ എങ്ങനെ? ഇത് അവർ പറഞ്ഞ കാര്യമാണ്. എങ്ങനെയാണ് എന്നുള്ളതാണ് ഈ സിനിമയിൽ കാണാൻ പോകുന്നത്. എന്താണെങ്കിലും ഓരോ പ്രേക്ഷകനെയും പിടിച്ച് മുൾമുനയിലിരുത്തുന്ന സിനിമ തന്നെയായിരിക്കും അടുത്ത ഗംഭീര ഹിറ്റ്. അതായത് മലയാളത്തിലെ 11ാമത്തെ വമ്പൻ ഹിറ്റാകുന്നു 2023 നേര് എന്നുള്ളത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. ലാൽസലാം.